ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണി. എല്ലാവർക്കും 7 ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡ്രാഗൺ ഫ്രൂട്ടിൽ നല്ല വിളവ് ലഭിക്കാൻ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. ഞാൻ ആദ്യമായി നട്ട ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റാണ് കേട്ടോ ഇത്. ആദ്യമായിട്ട് നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കായ്ച്ചപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് 5-6 കായ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. മാർച്ച് മാസത്തിൽ തന്നെ പിന്നെയും ബഡ്ഡുകൾ നമുക്ക് വന്നു. അതൊക്കെ വീണ്ടും കൊഴിഞ്ഞു പോയി. പിന്നെ അതിന് ശേഷം വന്ന മുട്ടുകളൊക്കെ നമുക്ക് പിടിച്ചു കിട്ടുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഓരോന്ന് കൊഴിഞ്ഞു പോയാലും ബാക്കിയൊക്കെ അത് നമുക്ക് ഫ്ലവറായി പിന്നെ കായ് പിടിച്ച് കിട്ടുന്നുണ്ട്. ഒരു പ്ലാന്റിൽ നിന്ന് ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ പിന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈ ഡ്രാഗൺ പ്ലാന്റ് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും, ഇതെങ്ങനെ നട്ടാലാണ് പെട്ടെന്ന് വളർന്നു വരിക, അതുപോലെ തന്നെ പെട്ടെന്ന് കായ്ക്കാൻ വേണ്ടി എന്തൊക്കെ വളങ്ങൾ കൊടുക്കണമെന്നൊക്കെ നമുക്കറിയില്ലായിരുന്നു. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വളങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ ഡ്രാഗൺ ചെടി മാർച്ച് മാസത്തിൽ തന്നെ പൂവിട്ട് തുടങ്ങിയത്. നമ്മുടെ ഡ്രാഗൺ ചെടി നന്നായി വളരാനും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ മുട്ടുകൾ വരാനൊക്കെ ആയിട്ട് നമ്മൾ എന്തൊക്കെ വളങ്ങളാണ് നമ്മൾ ഈ വേനൽക്കാലത്ത് ഡ്രാഗൺ ചെടിക്ക് കൊടുത്തതെന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അതാത് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഡ്രാഗൺ ചെടി നന്നായി വളരുന്നതിനും പൂവിടുന്നതിനൊക്കെ ആയിട്ട് സ്ലറി രൂപത്തിലുള്ള വളങ്ങളാണ് കേട്ടോ നമ്മൾ ഈ പ്രാവശ്യം വേനൽക്കാലത്തൊക്കെ സ്ഥിരമായി കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ആകെ കൂടെ ചാണകപ്പൊടി മാത്രമാണ് നമ്മൾ ഇതിൻ്റെ ചൂട് ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റൊക്കെ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് വെച്ചതാണ് കേട്ടോ ഇത്. അതിലേക്ക് വീട്ടിലുണ്ടാകുന്ന കഞ്ഞിവെള്ളവും ഒന്നും കളയാതെ ഇതിലേക്ക് തന്നെ നമ്മൾ ഒഴിച്ചു വയ്ക്കാറാണ് പതിവ്. ഇങ്ങനെ ഇത് അടച്ചു വെച്ച് ദിവസവും നന്നായി ഇളക്കി കൊടുത്ത് ഒരു 7 ദിവസം പുളിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. ഈ പച്ചക്കറി വേസ്റ്റൊക്കെ നന്നായി അഴുകിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു കപ്പ് എടുത്ത് അതിലേക്ക് 2 ഇരട്ടി വെള്ളവും ചേർത്ത് നമുക്കെടുക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ എടുക്കുന്നത് ഈ കാണുന്നതുണ്ടല്ലോ, ഇത് നമ്മുടെ ചെടികളുടെ ചുവട്ടിലും പച്ചക്കറിയുടെ ചുവട്ടിലൊക്കെ മുളച്ച് വരുന്ന പുല്ലൊക്കെ ഉണ്ടല്ലോ, അതുപോലെ മുരിങ്ങയില, ശീമക്കൊന്നയുടെ ഇല, ഇതൊക്കെ കട്ട് ചെയ്ത് ഇട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതിൽ നിന്നും നമുക്കൊരു കപ്പ് എടുക്കാം. ഇത് നൈട്രജൻ കൂടുതലായിട്ടുള്ള ഒരു വളമാണ്. പച്ച ചാണകം കിട്ടാനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ടൊക്കെ ഇത് ഉപയോഗിക്കാം. ഇത് ചെടികൾക്ക് നല്ല വളർച്ച ഉണ്ടാവാൻ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ ഫിഷ് അമിനോ ആസിഡൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ ഫിഷ് അമിനോ ആസിഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഫിഷ് അമിനോ ആസിഡ് നമ്മുടെ ചെടികളൊക്കെ നന്നായി പൂക്കാനും കായ്ക്കാനും കായ്പിടുത്തം ഉണ്ടാവാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇതിൽ നിന്ന് നമുക്കൊരു ചെറിയൊരളവെടുത്ത്, അതായത് ഒരു 20 മില്ലിയൊക്കെ മതിയാവും ഒരു ചെടിയുടെ ചുവട്ടിലേക്ക്, വലിയ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയൊക്കെ ആണെങ്കിൽ. അതും കൂടി ചേർത്ത് നമുക്ക് എല്ലാ വളങ്ങളും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് നിറയെ വെള്ളം ഒഴിച്ച് അത് നന്നായി ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ വളം നമ്മൾ ആഴ്ചയിൽ 2 ദിവസം വീതം എൻ്റെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇതാണ് മെയിനായിട്ട് നമ്മൾ ഈ വേനൽക്കാലത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെയുണ്ടല്ലോ, നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിക്ക് വേണ്ടത്, എന്തൊക്കെ വളങ്ങൾ കൊടുത്താലും ഏറ്റവും അത്യാവശ്യം വേണ്ടത് വെയിലാണ്. നല്ല വെയിലത്ത് വേണം ഡ്രാഗൺ ഫ്രൂട്ട് ചെടി നടാനായിട്ട്. അങ്ങനെ നിൽക്കുന്ന ചെടികൾ പെട്ടെന്ന് തന്നെ കായ്ക്കുന്നതായിട്ട് കാണാം. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിക്ക് വേനൽക്കാലത്തൊക്കെ വെള്ളം അത്യാവശ്യം തന്നെ കൊടുക്കണം കേട്ടോ. 2 ദിവസത്തിലൊരിക്കൽ ഞാൻ നനച്ചു കൊടുക്കാറുണ്ട്. കാരണം ഇത് ടെറസിന് മുകളിലൊക്കെ നിൽക്കുമ്പോൾ നല്ല വെയിലും കൂടിയാണല്ലോ. അത് കാരണം നമ്മളത് നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നിലത്തൊക്കെ നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ നനച്ചു കൊടുത്താലും കുഴപ്പമൊന്നും വരില്ല. ഇത്തവണത്തെ നമ്മുടെ ആദ്യത്തെ വിളവെടുപ്പിനുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ ഇത്. ഏകദേശം
പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കിത് വിളവെടുക്കാം. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂ വിരിഞ്ഞ് ഏകദേശം 1 മാസമാകുമ്പോഴേക്കും 28 ദിവസവും 29 ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമുക്കിതിൻ്റെ പഴം പഴുത്ത് പാകമായി കിട്ടും. മഴക്കാലമൊക്കെ ആയി തുടങ്ങിയാൽ, ജൂൺ മാസമൊക്കെ ആയി തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിക്ക് നന കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിക്കൊക്കെ ചാണകപ്പൊടിയോ വളമായിട്ട് ചാണകപ്പൊടിയോ കോഴിക്കാഷ്ടമോ അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം ലഭിക്കുന്നതാണ്. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.